അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് കോളേജിന്റെ ലെറ്റർ ഹെഡ് പോലും ഇല്ലാത്തൊരു ഇതിലാണ് പാതിരാത്രിക്കായിട്ടാണ് അവർ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഈ ലെറ്റർ ഹെഡിനകത്ത് പ്രിൻസിപ്പളിന്റെ സീലില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്ന കാര്യം. സീലില്ല. ഞങ്ങൾക്ക് ഓണത്തിന് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞിട്ട് ഡ്രസ് കോഡ് വരെ ഇതിലും മാന്യമായിട്ടുള്ള ഒരു ലെറ്റർ ഹെഡ് വെച്ചിട്ട് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഡോക്ടർ അരുൺകുമാർ. ഇവർ വലിയ പ്രതിഷേധമാണ്. ഈ നേരത്തെ ഈ മാനേജ്മെന്റ് പുറത്തിറക്കിയ ഈ സർക്കുലറിൽ പ്രിൻസിപ്പളിന്റെ സീലില്ല, അതിൽ കൃത്യമായ സീലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നതാണ് ഇപ്പോൾ ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല. കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ സർക്കുലർ വീണ്ടും പുറത്തിറക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധമാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികൾ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ മഴ പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ മഴയത്തും വിദ്യാർത്ഥികൾ ഇവിടെ സമരം തുടരുകയാണ്. ഇപ്പോൾ രാംഷ, നമുക്ക് കോളേജ് അധികാരികളുടെ പ്രതികരണം കൂടി തേടിയാൽ നന്നായിരിക്കും. ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ച് തങ്ങൾ സമരം ചെയ്യുന്നത് ആധികാരികമായൊരു ഉറപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്ത സാഹചര്യത്തിലാണെന്നാണ് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ തടിച്ചുകൂടി നിൽക്കുന്നത് കാണാം. ഇന്നിപ്പോൾ ക്ലാസ്സിൽ ആരും വിദ്യാർത്ഥികളൊന്നും കയറിയിട്ടില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെടുത്തുന്ന വിഷമത്തിലും പ്രതിഷേധത്തിലുമാണ് അവർ. റാംഷ, അധികാരികളുമായിട്ട് സംസാരിക്കാനുള്ള അകലത്തിലാണോ റാംഷ ഇപ്പോൾ നിൽക്കുന്നത്? ഇപ്പോൾ ആ ഗേറ്റിന് പുറത്താണോ വിദ്യാർത്ഥികൾ, ഗേറ്റിനുള്ളിലാണോ അധികാരികൾ? അതാണോ അവസ്ഥ? തീർച്ചയായും ഡോക്ടർ അരുൺ, അത് തന്നെയാണ് അവസ്ഥ. ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഈ ഗേറ്റിന് പുറത്താണ് സമരം നടത്തുന്നത്. മാധ്യമങ്ങളെ കാണാനോ പ്രതികരിക്കാനോ കോളേജിന്റെ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇവിടെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി നേതാക്കൾ സംസാരിക്കുകയാണ്. നമുക്കൊന്ന് അവരുടെ എന്താണ് പറയുന്നത് എന്ന് നോക്കുമ്പോൾ, ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ക്ലാസ്സിൽ നമ്മൾ കയറിയില്ല, നമ്മൾ പഠിക്കുകയില്ല. ഇതിനുള്ള പരിഹാരം കണ്ടെത്തുന്ന സമരം തുടരുകയും ചെയ്യും, സമരം തീർക്കുകയും ചെയ്യും. കാരണം അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമാണിത്, ഒരു വേറെ ഒന്നിന്റെ പ്രശ്നമല്ല. പോസ്റ്റ്മോർട്ടം നടപടി കഴിയുന്നവരെ നമ്മൾ മിർച്ചി മറുപടി പേര് പോലും പറഞ്ഞില്ല. ആ മര്യാദ നമ്മൾ കാണിച്ചു, ആ മര്യാദ ഇവരാരും കാണിച്ചിട്ടില്ല. അപ്പൊ മിർച്ചി മറുപടി നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, ഒരു പ്രസ് മീറ്റ് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, ഒരു പബ്ലിക് അസംബ്ലി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമരം തുടരുക തന്നെ ചെയ്യും. നീതി വേണം, നീതി വേണം, നീതി വേണം, മറുപടി വേണം. ഡോക്ടർ, അതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഇവിടെ ആത്മഹത്യ ചെയ്ത മിച്ചി മാർപ്പുവിന്റെ മരണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അധികാരികൾ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ നടപടി വേണം. ആ നടപടി ഉണ്ടാകുന്നതിന് വരെ ഈ സമരം തുടരും എന്നതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. കോളേജ് ക്യാമ്പസിന് മുന്നിൽ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് സമരം നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് ഈ ക്യാമ്പസിനകത്ത് ക്ലാസ് നടക്കുന്നില്ല. വിദ്യാർത്ഥികൾ ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് പഠിപ്പ് മുടക്കി സമരം ചെയ്യുകയാണ്. ഇവരെ ക്യാമ്പസിനകത്ത് കയറ്റാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്യാമ്പസിന് പുറത്ത് ഗേറ്റ് അടച്ച് വിദ്യാർത്ഥികളെ ക്യാമ്പസിന് പുറത്ത് നിർത്തിയാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ നന്നായി മഴ പെയ്യുന്നുണ്ട്. ഈ മഴയത്ത് പോലും വിദ്യാർത്ഥികൾ ഒരു കുട പോലും പിടിക്കാതെയാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരും എന്നതാണ് പറയുന്നത്. നേരത്തെ കോളേജ് അധികാരികൾ പുറത്തിറക്കിയ സർക്കുലർ അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ഔദ്യോഗികമായ സീല് പോലുമില്ല, പ്രിൻസിപ്പളിന്റെ സീല് പോലും ഇല്ലാതെയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല. കൃത്യമായ മാർഗരേഖകൾ പാലിച്ചുകൊണ്ട്, കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ തീരുമാനങ്ങൾ വിദ്യാർത്ഥികളെ നേരിട്ട് അറിയിക്കണം എന്നതാണ് ഇവർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇവർ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരെ കേൾക്കാൻ ഇതുവരെ ഈ ഇവിടുത്തെ അധികാരികൾ തയ്യാറായിട്ടില്ല, മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നതാണ്. തീർച്ചയായും നമുക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവിടെ സമരം നടക്കുകയാണ്. അങ്ങനെ ഈ സമരം നടക്കുമ്പോൾ പോലും ഈ വിദ്യാർത്ഥികളെ നേരിട്ടൊന്ന് കേൾക്കാൻ, വിളിച്ചിരുത്തി അവരോടൊന്ന് സംസാരിക്കാൻ ഈ അധികാരികൾ തയ്യാറായിട്ടില്ല. മാനേജ്മെന്റോ പ്രിൻസിപ്പളോ തയ്യാറായിട്ടില്ല എന്നതാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇവരെ കേൾക്കാനെങ്കിലും തയ്യാറാകണം എന്നതാണ് ഇവർ പ്രാഥമികമായി ഉന്നയിക്കുന്ന ആവശ്യം എന്നതാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ സഹപാഠിയായിരുന്ന കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത
മിച്ചി മാർപ്പുവിന്റെ മരണത്തിൽ ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ കർശനമായ നടപടികൾ വേണം എന്നതാണ് ഇവരുടെ ആവശ്യം. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ സമരത്തിന്റെ ആവേശം ഒട്ടും കെട്ടുപോകാതെ തന്നെ ഈ മഴയത്തും അവർ സമരം നടത്തുകയാണ്. ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും ബാനറിലല്ല ഈ സമരം നടക്കുന്നത് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് വിലക്കുള്ളതാണ്. അത്തരത്തിൽ ഒരു സംഘടനയുടെയും യൂണിറ്റ് ഈ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ക്യാമ്പസ് യൂണിയന്റെ പ്രവർത്തനങ്ങളുണ്ട്. ആ ക്യാമ്പസ് യൂണിയന്റെ നേതൃത്വത്തിലും അതോടൊപ്പം ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും, അത് സംഘടനയ്ക്കപ്പുറം SFI എന്നോ KSU എന്നോ MSF എന്നോ ABVP എന്നോ ഒന്നുമില്ലാതെ ഒരു സംഘടനയുടെയും കൊടിയോ ബാനറോ ഇല്ലാതെയാണ് ഈ വിദ്യാർത്ഥികൾ ഇവരെ സമരം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ സമരം ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അവരെ കേൾക്കണം, അധികാരികൾ അവരെ കേൾക്കണം, കോളേജ് അധികാരികൾ ഇവരെ കേൾക്കണം. ഇവർ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണം എന്നതാണ് ഈ സമരത്തിൽ ഇപ്പോൾ ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ KTU ഈ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് സ്കീമുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 18 സ്കോറായിരുന്നു KTUവിൽ ആവശ്യമായി ഉണ്ടായിരുന്നത്. പാസ്സാകാൻ 5ാം സെമസ്റ്ററിലേക്ക് കടക്കാൻ ആവശ്യമായി ഉണ്ടായിരുന്നതെങ്കിൽ ഇതൊരു ഓട്ടോണമസ് കോളേജാണ്, MA കോളേജ്. ഈ ഓട്ടോണമസ് കോളേജായ MA കോളേജിൽ ഉണ്ടായിരുന്നത് 22 പോയിന്റ് വേണം എന്നതായിരുന്നു. പക്ഷേ അത് ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഈ മിച്ചി മാർപ്പ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇയർ ബാക്ക് ആകുന്ന സാഹചര്യത്തിലേക്ക് പോയത്. KTUവിന്റെ ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്തിരുന്നത് എങ്കിൽ, അതായത് 18 സ്കോർ എന്ന KTUവിന്റെ ഗൈഡ് ലൈൻ ആണ് ഈ ക്യാമ്പസും ഫോളോ ചെയ്തിരുന്നതെങ്കിൽ മിച്ചി മാർപ്പ് ഉൾപ്പെടെ പാസ്സാകുമായിരുന്നു, 5th സെമസ്റ്ററിലേക്ക് പോകുമായിരുന്നു, ഇയർ ബാക്ക് ആകില്ലായിരുന്നു എന്നതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു വന്നതാണ് മാനേജ്മെന്റ് പറയുന്നത്. ഒരു സർക്കുലറും പുറത്തിറക്കി. പക്ഷേ ആ സർക്കുലറിൽ ഒരു പ്രശ്നമുള്ളത്, അതിൽ കൃത്യമായൊരു ക്ലാരിറ്റി ഇല്ല എന്നതാണ്. ഈ സർക്കുലറിൽ പറയുന്നത് യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻ പ്രകാരം പോകും എന്നൊക്കെയാണ്. എങ്കിലും ഈ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന നിലയിൽ അവർക്ക് സ്പെസിഫിക്കായി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പം സർക്കുലറുമായി ബന്ധപ്പെട്ട് കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പോൾ ക്യാമ്പസിനകത്തേക്ക് കടക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുകയാണ്. പക്ഷേ പോലീസ് ഗേറ്റ് അടച്ചിട്ടുണ്ട്, പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്, ക്യാമ്പസിന്റെ ഗേറ്റ് പൂട്ടി പോലീസ് കാവൽ നിൽക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളെ അകത്ത് കടക്കാൻ ഇപ്പോഴും ഇവർ അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിൻസിപ്പാളോ അതോടൊപ്പം കോളേജ് അധികാരികളുമായി സംസാരിക്കണം എന്നതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷെ അതിന് ഇതുവരെ തയ്യാറാകുന്നില്ല. കോളേജിന്റെ ഗേറ്റ് പൂട്ടി ഇവിടെ കാവൽ നിൽക്കുകയാണ് പോലീസും അതോടൊപ്പം കോളേജ് അധികാരികളും. വിദ്യാർത്ഥികളെ അകത്ത് കടത്തി ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. മഴയത്ത് വിദ്യാർത്ഥികൾ സമരം നടത്തുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ കേൾക്കാൻ ഈ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നിങ്ങളുടെ ഈ രാവിലെ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ പുറത്തിറങ്ങിയല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോളേജ് മാനേജ്മെന്റ് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്നതാണ്. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. ഇനിയും കുറച്ച് ഡിക്ലറേഷനും കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. മെയിനായിട്ട് പിള്ളേരുടെ ആവശ്യങ്ങൾ എല്ലാം അംഗീകരിച്ചിട്ടില്ല. 5 ആവശ്യങ്ങൾ രാത്രി അംഗീകരിച്ചത് വേണ്ടി ജസ്റ്റ് ഒരു വാർത്ത മാത്രമായിട്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അത് ഫോൺ എടുത്ത് കാണിച്ചു. അതാണ് ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. ചില ആവശ്യങ്ങൾ മാത്രമേ അംഗീകരിച്ച് സർക്കുലർ ഇറക്കിയിട്ടുള്ളൂ എന്നതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇവരുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ ഈ സമരം തുടരും എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ? നമ്മൾ ഈ ഭരണം അനുവദിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ അവർ നല്ലോണം അന്വേഷിക്കണം. ആ കാരണം ആരെ ഫാക്കൽറ്റി ആരാണെന്നുള്ളത് അതിന് നീതി പാലിക്കണം. അതേപോലെ മാനേജ്മെന്റ് സൈഡിൽ അക്കൗണ്ടബിലിറ്റി. അവരിതുവരെ ഈ മരിച്ച കാര്യത്തിൽ കോളേജ് മരിച്ച ആളുടെ പേര് തിരഞ്ഞെടുത്തിട്ടില്ല. അതേപോലെ ജസ്റ്റിസ് ഫോർ മിച്ച് എന്ന് വെച്ചാൽ അവർക്കുള്ള കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇനി ഇത് നടക്കില്ല എന്നൊരു കാര്യം നടപ്പിലാക്കാനുള്ള പൂർണ്ണ ഉറപ്പ് കോളേജ് സൈഡിൽ നിന്ന് കിട്ടണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം? അതെ, സമരം തുടരുന്നത്. നിങ്ങളുമായി ഇതുവരെ ഈ മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? അന്ന് ശനിയാഴ്ച മാത്രമേ ചർച്ച നടന്നില്ല, അല്ലാതെ പിന്നീട് ചർച്ച നടന്നിട്ടില്ല. ഇപ്പൊ ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല? ഇല്ല, ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറില്ല. അവരെ ഉള്ളോടെ കയറുന്നില്ല നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രതിനിധികളോ ആരെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ചർച്ച വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല? വിളിച്ചില്ല. അവർ ഉള്ളോടെ കയറി പോയെന്നല്ലാതെ അതിനല്ലാതെ വേറെ ഒരു ചർച്ചയ്ക്കും അവർ നിന്നിട്ടില്ല. പ്രിൻസിപ്പൾ ക്യാമ്പസിനകത്തുണ്ടോ?
അത് നമുക്കറിയില്ല. മിനി സാറ് വന്നു, സെക്രട്ടറി സാറ് വന്നിക്കണ്, വേറെ ആരും വന്നിക്കണം നമുക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ടോ? ക്ലാസ് റെഗുലർ ക്ലാസ് അവർ വെച്ചിക്കണേ. അവർ ഫസ്റ്റ് ഡേയ്സ് വേണ്ടിയുള്ള ക്ലാസ് വെച്ച് പുതിയ സ്റ്റുഡൻസ് ആയിരുന്നു. അവർ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് അവരെ മുന്നിൽ പേര് പോകണമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് മുഴുവൻ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഹോസ്റ്റലിലുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ മുഴുവൻ അവരിന്ന് ഒഴിപ്പിച്ച് കിട്ടും. അതേപോലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വെച്ചാൽ അവിടെ പേര് ഇനി കളരുന്ന രീതിയിൽ ഫസ്റ്റ് ഇയേഴ്സിനെ മുഴുവൻ അവർ പിരിച്ചുവിടാൻ ചെയ്തിരുന്നത്. അല്ലാതെ നമ്മുടെ സൈഡിലേക്ക് ഒരു വാക്കുകൾ പറഞ്ഞില്ല. നേരെ രാത്രി അതേപോലെ ഒരു മിഡ് നൈറ്റ് വരെ ഒരു ചാറ്റ് ജിപിയുടെ പോസ്റ്റ് സാധനമാണ് ഒരു പ്രോപ്പർ ലെറ്റർ ഹെഡോ അല്ലെങ്കിൽ ഇതില്ലാതെ ഇട്ടത്. ഈ സർക്കുലർ ഇറക്കിയ കാര്യം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സർക്കുലർ വന്ന കാര്യം നിങ്ങൾക്ക് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടിയതാണോ? ഔദ്യോഗികമായി പറയുമ്പോൾ നമ്മളെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് വന്നിക്കണേ. ഇതെല്ലാം സാധാരണ നമ്മൾ ഓണം സെലിബ്രേഷൻ വരെ ആണെങ്കിൽ വരെ ഒരു പ്രോപ്പർ ലെറ്റർ ഹെഡ് ഫോർവേഡ് ഒക്കെ പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഒന്നും പാലിക്കാതെ വെറും ഒരു ടെക്സ്റ്റിൽ സാഹിത്യ പ്രിൻസിപ്പൾ ഒപ്പിട്ടതല്ലാതെ ഒരു പ്രോപ്പർ നോട്ടീസ് ഫോർമാറ്റ് അവർ ഇട്ടിട്ടില്ല. പ്രിൻസിപ്പൾ സീലോ ഓഫീസിലോ ഒന്നുമില്ല. വെറും പ്രിൻസിപ്പൾ ഒപ്പ് മാത്രമാണ് അവർ അതിലിട്ടത്. അത് ഡേറ്റ് ഇട്ടത് മെഞ്ഞാന്ത ഡേറ്റ് ആയിരുന്നു. ഇന്നലെ ഇട്ടത് മെഞ്ഞാന്തിന്റെ ഡേറ്റിലെ കാര്യം. അതൊന്നും ഒരു പ്രോപ്പർ ഫോർമാറ്റ് രീതിയിലല്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അവർ ഓണം പരിപാടിക്ക് ഒരു വലിയ ഫോർമാറ്റ് അടിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം ചെറുതായിട്ട് കാണുന്നുള്ള നമുക്ക് മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺ, അതാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇവർ അംഗീകരിച്ചു, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് മാനേജ്മെന്റ് പറയുമ്പോഴും ആ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. അതൊരു കൃത്യമായൊരു ഫോർമാറ്റിൽ പോലുമല്ല ആ സർക്കുലർ പുറത്തിറങ്ങിയത് എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇവിടെ ഇവർ വീണ്ടും സമരം കടുപ്പിക്കുകയാണ്. ക്യാമ്പസിനകത്തേക്ക് കടക്കാനാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത്. ഡോക്ടർ അരുൺ, മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു വാക്കുതർക്കമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്.